നമസ്കാരം. ദിയയുടെ വിവാഹശേഷം കൃഷ്ണകുമാറിന്റെ വീട്ടിൽ പുതിയ ഒരു വിശേഷം കൂടി എത്താൻ പോവുകയാണെന്നാണ് വിവരം. ഇഷാനിയോ അഹാനയോ ആണ് ഇനി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന ചർച്ചയുണ്ട്. ഇതിൽ രണ്ടുപേരും പ്രണയത്തിലാണെന്നാണ് പറയുന്നത്. കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ്. അച്ഛന് പിന്നാലെ അഹാന സിനിമയിലെത്തി. അഹാനയ്ക്ക് പിന്നാലെ ഇഷാനിയും മമ്മൂട്ടി ചിത്രത്തിലൂടെ തുടക്കം കുറിച്ചു. നല്ല റോളുകൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കാൻ തന്നെയാണ് ഇഷാനിയുടെ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഇഷാനി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വർക്കൗട്ടിലും മോഡലിംഗിലുമൊക്കെയാണ്. അതേസമയം ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിലെ താരമാണ്. കല്യാണവും പ്രഗ്നൻസി പൂജയ്ക്കും ശേഷമായി വളകാപ്പ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ദിയ. തിരക്കുകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ബ്ലോഗിലൂടെയായി വിശേഷങ്ങളെല്ലാം കാണിച്ചിരുന്നു. ഏറ്റവും വേണ്ടപ്പെട്ടവരെയാണ് ഈ ചടങ്ങിനും ക്ഷണിച്ചത്. മനോഹരമായ റിട്ടേൺ ഗിഫ്റ്റും ദിയ അതിഥികൾക്ക് നൽകിയിരുന്നു. മാതൃദിനത്തിലായിരുന്നു ദിയ കൃഷ്ണയുടെ വളകാപ്പ് ചടങ്ങ് നടത്തിയത്. കല്യാണത്തിന്റെ ചില കാര്യങ്ങൾ ഇത്തവണ റിപ്പീറ്റായി കാണേണ്ടി വരുമെന്ന മുഖവരോടെയാണ് ദിയ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഫ്ളാറ്റിൽ നിന്നും വീട്ടിലേക്ക് വരുന്നതും പരിപാടിയുടെ ഒരുക്കങ്ങളുമൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചത്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയും സുഹൃത്തുമായ ഹസീനയുമെല്ലാം ചടങ്ങിനെത്തിയിരുന്നു. പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം മനോഹരമായി നടത്തുകയായിരുന്നു ദിയയും അശ്വിനും. കുടുംബത്തിൽ എല്ലാവരും കാത്തിരുന്ന ചടങ്ങായിരുന്നു ഇത്. അമ്മുവും ഹൻസുവും ഇഷാനിയും ഡാൻസ് പ്ലാൻ ചെയ്തിരുന്നു. രജനികാന്തിന്റെ ഡയലോഗും സ്റ്റെപ്പും ഉണ്ടെന്നറിഞ്ഞതോടെ അശ്വിനും ആവേശത്തിലായിരുന്നു. ചെന്നൈ സ്പെഷ്യൽ ബിരിയാണിയുമാണ് ഹസീന എത്തിയത്. ഗർഭിണിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് എല്ലാം തയ്യാറാക്കിയത്. വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷമായി മേക്കപ്പിന് ഇരിക്കുകയായിരുന്നു ദിയ. കല്യാണത്തിന് ഒരുക്കിയവരെ തന്നെയാണ് ഇത്തവണയും വിളിച്ചത്. മെഹന്തിയും മാത്രമാണ് പുതുമ. ഞാൻ കൊടുത്ത ഡിസൈൻ മനോഹരമായി തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ വർക്ക് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പുറത്തേക്ക് പോകാനുണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ മെഹന്തി മാറ്റിയിരുന്നു. കുറച്ചു നേരം കൂടി വെച്ചിരുന്നുവെങ്കിൽ ഇതിലും നന്നായി കളർ കിട്ടുമായിരുന്നു എന്നാണ് ദിയ പറഞ്ഞിരുന്നത്. ദിയ കൃഷ്ണയുടെ അടുത്ത സുഹൃത്തായ അർജുനും പ്രേക്ഷകർക്ക് പരിചിതനാണ്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നേരത്തെ വൈറലായിരുന്നു. പ്രഗ്നൻസി പൂജയിൽ ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ വൈറലായിരുന്നു. തന്റെ സുഹൃത്തുക്കളൊക്കെ പരിപാടിയെക്കുറിച്ച് എന്ത് പറഞ്ഞുവെന്ന് ചോദിക്കുന്നതിനിടയിലായിരുന്നു ദിയ അർജുനെ അന്വേഷിച്ചത്. അർജുന് വയ്യായിരുന്നു, ഫുഡ് പോയ്സൺ ആയിരുന്നെന്നാണ് ഇഷാനിയുടെ മറുപടി. അഹാനയും നിമിഷ് രവിയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ദിയയുടെ വിവാഹത്തിന് നിമിഷം പങ്കെടുത്തിരുന്നു. അന്ന് പങ്കുവച്ച ചിത്രങ്ങൾ വീഡിയോയും ചർച്ചയായിരുന്നു. രാജസ്ഥാൻ ട്രിപ്പിൽ അഹാനയ്ക്കൊപ്പം നിമിഷും കൂടെയുണ്ടായിരുന്നു. ആ വീഡിയോയും വൈറലായിരുന്നു. ഇത്തവണ നിമിഷിനെ വിളിച്ചില്ലേ എന്നായിരുന്നു ചോദ്യങ്ങൾ. പതിവ് പോലെ ഇത്തവണയും ദിയയുടെ വീഡിയോ ഒന്നാമതെത്തിയിരിക്കുകയാണ്. അശ്വിനും ദിയയും സിന്ധു കൃഷ്ണയുമെല്ലാം ഈ സന്തോഷം സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു. ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ കണ്ടത്. 4 പെൺകുട്ടികൾക്ക് ശേഷമായി ആ വീട്ടിലേക്ക് വരുന്നത് ആൺകുട്ടിയായിരിക്കുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യങ്ങൾ. ദിയയ്ക്ക് പെൺകുഞ്ഞായിരിക്കും എന്ന് പ്രവചനങ്ങൾ നേരത്തെ വന്നിരുന്നു. അതേസമയം മോസിയെക്കുറിച്ച് എപ്പോഴും വാചാലാവാറുള്ള ആളാണ് ഇഷാനി. ജനിച്ചപ്പോൾ മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ ഒരാളെ വിളിച്ചാൽ രണ്ടുപേരും എത്തുന്ന അവസ്ഥയാണ് എന്ന് അമ്മ പറഞ്ഞിരുന്നു. കുടുംബത്തിൽ ആദ്യം വിവാഹിതയാവുന്നത് ഓസിയായിരിക്കുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരുന്നു. കുഞ്ഞിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എല്ലാം എപ്പോഴും സംസാരിക്കാറുണ്ട് അവൾ. കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ വളക്കാപ്പ് ചടങ്ങ് നടത്തിയത്. എന്റെ കളക്ഷനിലെ സാരിയിൽ നിന്നാണ് ഓസിയും ഹൻസുവും കോസ്റ്റ്യൂം തിരഞ്ഞെടുത്തത്. അതേക്കുറിച്ച് ഓസി വാചാലയായിരുന്നു. പതിവ് പോലെ വളയിടലും ചടങ്ങുകളുണ്ടായിരുന്നു. ദിയയെ സന്തോഷിപ്പിച്ച് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇഷാനിയും അഹാനയും. എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഇത്തവണയും സഹോദരിമാരെ ഒന്നിപ്പിച്ച് ഡാൻസ് ചെയ്തിരുന്നു. അമ്മു എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയ സ്റ്റെപ്പൊക്കെയായി ഞാനും അവരോടൊപ്പം കൂടുന്നുണ്ടെന്ന് ദിയ പറഞ്ഞിരുന്നു. കുഞ്ഞതിഥിയുടെ വരവിനായി നാളെണ്ണി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഓസിക്ക് ഇഞ്ചക്ഷനൊക്കെ വലിയ പേടിയാണ്. അധികം ബുദ്ധിമുട്ടില്ലാതെ എല്ലാം കടന്നു കിട്ടിയാൽ മതിയെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. ഇഷാനിയും അർജുനും പ്രണയത്തിലാണെന്ന തരത്തിലാണ് ഗോസിപ്പുകൾ നേരത്തെ പ്രചരിച്ചിരുന്നത്. അർജുന്റെ കമ്പനിയാണ് ഇവരുടെ വീട്ടിലെ കിച്ചൺ നവീകരണം നടത്തുന്നത്. വർക്കുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് വീട്ടിലെത്താറുമുണ്ട് അർജുൻ. വളകാപ്പിന് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും അർജുൻ എത്താൻ പറ്റിയിരുന്നില്ല. അതേക്കുറിച്ച് ദിയ ചോദിച്ചപ്പോൾ ആൾക്ക് നേരത്തെ വയ്യായിരുന്നു എന്നായിരുന്നു ഇഷാനി പറഞ്ഞത്. അതേസമയം പൊതുവെ വീട്ടിൽ ഒരു വലിയ ചടങ്ങുകൾ എന്തെങ്കിലും നടക്കുമ്പോൾ അച്ഛനും അമ്മയും വളരെയധികം ടെൻഷൻ അനുഭവിക്കും. വരുന്നവരെ സ്വീകരിക്കാനും ഭക്ഷണം എല്ലാവർക്കും എത്തിക്കാനും ചടങ്ങുകളിൽ ഒരു കുറവും വരുന്നില്ല എന്ന് ഉറപ്പിക്കാനുമൊക്കെ. പക്ഷെ സിന്ധു കൃഷ്ണയെയും കൃഷ്ണകുമാറിനെയും സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല. വളരെ കൂളായ പാരന്റ്സ് ആണ് സിന്ധുവും കൃഷ്ണകുമാറും. അത് സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ബ്ലോഗിൽ വളരെ വ്യക്തവുമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഓസി എന്ന ദിയ കൃഷ്ണയുടെ വളകാപ്പ് ചടങ്ങ്. വളകാപ്പിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇതിനോടകം കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ എല്ലാം ഷെയർ ചെയ്തു കഴിഞ്ഞു. ആ 2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കോർത്തിണക്കിയാണ് സിന്ധു കൃഷ്ണയുടെ വീഡിയോ. 7ാം മാസത്തെ വളകാപ്പ് ചടങ്ങിന് അത്യാവശ്യം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പങ്കെടുത്തു. ആ തിരക്കുകളിടയിലും സിന്ധു കൃഷ്ണ വ്ളോഗ് എടുക്കുകയായിരുന്നു. ഏറ്റവും വലിയ ഹൈലൈറ്റ് വളകാപ്പ് ചടങ്ങിന്റെ ദിവസം ഉച്ചയ്ക്കുള്ള ഭക്ഷണം സിന്ധുവിന്റെ സുഹൃത്ത് ഹസീന തിരുനെൽവേലിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയായിരുന്നു. മട്ടൻ ബിരിയാണിയും മട്ടൻ സാമ്പാറും അടക്കം വിഭവങ്ങൾ ഒരുപാടായിട്ടാണ് ഹസീന എത്തിയത്. 20-ലധികം ആളുകൾ അത് കഴിച്ചു. ആ സ്നേഹത്തെക്കുറിച്ച് സിന്ധു വാചാലയാവുന്നുണ്ട്. കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്നതിന്റെ സന്തോഷം കാണാമായിരുന്നു. കൃഷ്ണകുമാറിന്റെ 4 മക്കളും മരുമകൻ അശ്വിനും ഒപ്പം ഇഷാനി കൃഷ്ണയും പങ്കാളി അർജുന്റെ സാന്നിധ്യവും സിന്ധു കൃഷ്ണയുടെ വീഡിയോയിൽ കാണാം. ചടങ്ങുകളിലെല്ലാം അർജുൻ സജീവമായിരുന്നു. എന്നാൽ ഇഷാനി പങ്കുവച്ച വീഡിയോയിൽ എവിടെയും അർജുന്റെ മുഖം കാണുന്നില്ലായിരുന്നു. വളകാപ്പ് ചടങ്ങുകളെല്ലാം വളരെ ഗംഭീരമായി കഴിഞ്ഞതും കുടുംബത്തിൽ എല്ലാവരും അത് എത്രമാത്രം ആസ്വദിച്ചു എന്നും സിന്ധു കൃഷ്ണയുടെ വീഡിയോയിൽ കാണാം. യാതൊരു ടെൻഷനും അക്കാര്യത്തിലൊന്നും സിന്ധു കൃഷ്ണയുടെ ഉണ്ടായിരുന്നില്ല. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിനു ശേഷം പെയ്ത മഴയും അനുഗ്രഹം
അദ്ദേഹമായിരുന്നു. സ്പെഷ്യൽ പൂജയും ബേബി മൂണും കഴിഞ്ഞതിന് ശേഷമായി വളകാപ്പ് നടത്തിയിരുന്നതാണ് ദിയയും അശ്വിനും. കല്യാണം മുതൽ ജീവിതത്തിലെ എല്ലാ ചടങ്ങുകളും സ്വന്തമായി പ്ലാൻ ചെയ്ത് നടത്തുന്നവരാണ് ഇവർ. വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം എന്നും ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ചെത്താറുണ്ട്. വളകാപ്പ് വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി. ദ ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു ദിയ ചെറിയൊരു വീഡിയോ പങ്കുവച്ചത്. സ്വന്തം ബ്രാൻഡിലെ ആഭരണങ്ങളായിരുന്നു ഇത്തവണയും ദിയ അണിഞ്ഞത്. വിവാഹത്തിനും പൂജയ്ക്കുമായി അണിഞ്ഞൊരുക്കിയവർ തന്നെയാണ് ഇത്തവണയും ഒരുക്കാനെത്തിയത്. വളകാപ്പ് എന്ന് 2 ഭാഗങ്ങളിൽ എഴുതിയ കൂളിംഗ് ഗ്ലാസും വെച്ചായിരുന്നു ദിയയുടെ എൻട്രി. വിവാഹം പോലെ ആഘോഷമായിരുന്നു ചടങ്ങിന്റെ വിശേഷങ്ങൾ വ്ലോഗായി താരപുത്രി പങ്കിട്ടിരുന്നു. എല്ലാം കൊണ്ടും ദിയയുടെ വിവാഹത്തേക്കാൾ മനോഹരമായിരുന്നു വളകാപ്പ് ചടങ്ങെന്നായിരുന്നു കമന്റുകൾ. ഇപ്പോഴത്തെ വളകാപ്പ് ചടങ്ങിന് ദിയ കയ്യിൽ അണിഞ്ഞിരുന്ന മെഹന്തിയുടെ ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത്. ഒരുപാട് മെഹന്തി ആർട്ടിസ്റ്റുകളിൽ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ടാലന്റുമാണ്. പക്ഷേ അവൾ എനിക്ക് സാമ്പിളായി ഇട്ട് തന്നതും അവരുടെ പേജിൽ കണ്ടതുമായ ഡിസൈനുകൾക്ക് മുമ്പ് ഞാനിട്ട ഡിസൈനുകളുമൊക്കെയായി സാമ്യമുണ്ടായിരുന്നു. പക്ഷേ വളകാപ്പിന് ഞാനിട്ട മെഹന്തി ഡിസൈൻ എനിക്ക് മനോഹരമായി ഇട്ട് തന്നത് ഹെന്ന ബൈ സുമി എന്ന പെൺകുട്ടിയായിരുന്നു. ചലഞ്ചിങ് ആയൊരു ഡിസൈനായിരുന്നു സുമിക്ക് ഞാൻ നൽകിയത്. ഒരു കയ്യിൽ ബേബി കൃഷ്ണനും മറ്റൊരു കയ്യിൽ കുഞ്ഞു കൃഷ്ണൻ നടന്നു പോകുന്നതും ചെറിയ കാൽപാദങ്ങളുമായിരുന്നു ഡിസൈൻ. കുട്ടി കൃഷ്ണന്റെ മുഖം അലമ്പാക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വളരെ മനോഹരമായി മുഖത്തിന്റെ ആകൃതി അതുപോലെ ഭംഗിയായി വരച്ചിരുന്നു. അധികം സമയമെടുക്കാതെ വളരെ പെട്ടെന്ന് മെഹന്തി ഇടുകയും ചെയ്തു. ഞാൻ കൊടുത്തത് ഒരു ഗുജറാത്തി ഡിസൈൻ ആയിരുന്നു എന്നാണ് ദിയ പറഞ്ഞത്. മെഹന്തി ചിത്രങ്ങൾ വൈറലായതോടെ കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം ദിയ നടത്തിയോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ. ആൺകുഞ്ഞ് പിറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകും ദിയ കയ്യിൽ ഉണ്ണികൃഷ്ണനെ തന്നെ വരച്ചതെന്നും ആരാധകർ പറയുന്നു. ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്താൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ വിദേശത്ത് പോയാൽ എല്ലാവർക്കും കുഞ്ഞിന്റെ ജെൻഡർ മനസ്സിലാക്കാനും ജെൻഡർ റിവീലിംഗ് ചടങ്ങ് നടത്താനും സാധിക്കും. ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ വിദേശത്ത് ദിയ പോയതുകൊണ്ട് കൂടിയാണ് ആരാധകർ സംശയം ബലപ്പെട്ടത്. അടുത്തിടെ ചെന്നൈ ട്രിപ്പ് നടത്തിയപ്പോൾ ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറക്കുമെന്നാണ് ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചത്. ഭർത്താവ് അശ്വിനൊപ്പം ചെന്നൈയിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ദിയ കൃഷ്ണ. വർഷങ്ങൾക്ക് ശേഷം മെറീന ബീച്ചിൽ എത്തിയതിന്റെ വീഡിയോകളും ദിയ പങ്കുവച്ചിരുന്നു. ബീച്ചിലെ ചെറിയ തട്ടുകടകളിൽ നിന്നെല്ലാം ബേൽപൂരി, പാനിപൂരി, കോളിഫ്ലവർ ഫ്രൈ തുടങ്ങിയ സ്നാക്സും ഗോലി സോഡയും പച്ചമാങ്ങയും എല്ലാം ദിയ ആസ്വദിച്ചു കഴിച്ചു. മെറീന ബീച്ചിലെത്തിയതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ തട്ടുകട വിഭവം രുചിക്കാനാണെന്നും ദിയ പറഞ്ഞിരുന്നു. ശേഷം ബീച്ചിൽ വെച്ച് തന്നെ കിളിജോത്സ്യം പരീക്ഷിച്ചതിന്റെ ദൃശ്യങ്ങളും ദിയ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായാണ് കിളിജോത്സ്യം ദിയ പരീക്ഷിക്കുന്നത്. ദിയയ്ക്കായി തത്തെടുത്തത് മുരുകന്റെ ഫോട്ടോ പതിപ്പിച്ച കാർഡാണ്. ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടകാലവും ബുദ്ധിമുട്ടും ദിയയ്ക്ക് ഉണ്ടാവില്ലെന്ന് പ്രവചിച്ചാണ് ജ്യോത്സ്യൻ സംസാരിച്ചു തുടങ്ങിയത്. എല്ലാ മനോവിഷത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയുള്ള ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. തൊഴിൽ മേഖലയിൽ തുടർന്ന് ഉയർച്ചയുണ്ടാകും. ജനിച്ച വീട്ടിലും ഭർത്തൃഗ്രഹത്തിലും ലക്ഷ്മിയാണ്. പണത്തിനൊരു കുറവും ഉണ്ടാവില്ല. പക്ഷേ എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കില്ല. വെള്ളം പോലെ ഉപയോഗിക്കുമെന്നാണ് ദിയയെക്കുറിച്ച് ജ്യോത്സ്യൻ പറഞ്ഞത്. ശേഷം ദിയയ്ക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമെന്നും ശബരിമല ശാസ്താവായ സ്വാമി അയ്യപ്പൻ തന്നെ മകനായി പിറക്കുമെന്നുമാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന ഗഡ് ഫീലിംഗ് തനിക്കുമുണ്ടെന്ന് ദിയ ജ്യോത്സ്യനോട് മറുപടിയായി പറഞ്ഞു. ആൺകുഞ്ഞ് പിറക്കും, പക്ഷേ കെയർഫുൾ ആയിരിക്കണം. രാത്രികാലങ്ങളിൽ യാത്രകൾ ഒഴിവാക്കണം. ആരോടും വാഗ്വാദങ്ങൾക്ക് നിൽക്കരുത്. മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.